അധികാരികളൊന്ന് കണ്ണു തുറക്കുക. കാരണം ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി നാട്ടിലത്തെ ജനങ്ങൾക്ക്. വലുതായിട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല. ചെറിയ ഹായ്, വില്ലേജ് വഴിയാണ്. ഞാൻ ഇന്നലെ നമ്മളെ ചെറുപ്പുളശ്ശേരി ഞാൻ മുനിസിപ്പാലിറ്റിയിലെ കേരളോത്സവം കാണാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഗ്രൗണ്ട് കാണാൻ, ഈ ഗ്രൗണ്ടിൽ ഇത്രയും ജനങ്ങൾ നിൽക്കണല്ലേ. ഇത്രയും ജനങ്ങൾ നിൽക്കണോടത്ത് ബാത്റൂമിൽ പോണത് ഈ ഒരു വഴിയിലൊക്കെയാണ്. ബാത്റൂം ഉണ്ട്, ഇത് കാണാല്ലേ നിങ്ങൾക്ക്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂമിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഞാൻ നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ടുപോയി കാണിച്ചു തരാം ഓരോ ബാത്റൂമിൻ്റെ അവസ്ഥ. ഇതുണ്ടില്ലേ, കാണല്ലേ, ഇതൊരു ബാത്റൂം, ഇതൊരു ബാത്റൂം. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഒരു നല്ല ഇവിടെ പാമ്പും കാര്യങ്ങളും കാണണ്ടോ, ഇതിൽ ആലി കാര്യങ്ങളൊക്കെ മുളച്ചു. ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കാണും. പിന്നെ ഇതിൽ നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു ടാപ്പിനുള്ള സൗകര്യം ഇത് മാത്രം ഇട്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും മോളെ കണ്ടില്ല. ഇതേപോലെ രണ്ട് സൈഡിലും ബാത്റൂം ഉണ്ട്. ആ സൈഡത്തെ ബാത്റൂമുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. പൂട്ടിട്ടിട്ട് ഇതേപോലെ പൂട്ടിയിട്ടിക്കണു. പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ പഞ്ചായത്ത് മേളുടെ അനുവദിച്ച് കളിയാണ്. അതല്ലാതെ സാധാരണ ദിവസങ്ങളിൽ ഇവിടെ കളിക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ടും ഒരുപാട് ജനങ്ങൾ, ഈ ചെറുപ്പുളശ്ശേരി ചുറ്റുവട്ടത്തിൽ എല്ലാ ജനങ്ങളും വരാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മളെ ചെയർമാനും ഒരുപാട് നമ്മളെ പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് 2 തവണയായിട്ട് ശരിയാക്കിയിരിക്കണു എന്നാണ്. 2 തവണ ശരിയാക്കിയിട്ട് ഇതുവരെ ഇതിലൊരു വാട്ടർ ടാങ്കോ അതേപോലെ ഒരു പൈപ്പ് ലൈനോ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെ നേതാക്കന്മാർക്കും. അതുപോലെ തന്നെ ഒരാൾക്കും ഇനി സ്കൂളിൻ്റെ ആണോ മുനിസിപ്പാലിറ്റിൻ്റെ ആണോ എന്ന് അവർക്കറിയാം. ഇത് 2 വട്ടം നേരാക്കി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അതിലൊരു പൈപ്പ് ലൈൻ കൊടുക്കാൻ കൂടി അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ നമ്മൾ ഈ പാമ്പ് കാര്യങ്ങൾ, സ്കൂൾ കുട്ടികൾ ഒരു വിലയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു കാണുന്ന ബാത്റൂം. കാരണം ഇതിൽ ഒരുപാട് ആൾക്കാർ കളിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികളെല്ലാം മൂത്രയ്ക്കാൻ വരുന്ന ഈ വൈക്കാണ്. പാമ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്നൊരു നല്ലൊരു തീരുമാനം എടുക്കുക. മൂത്രയ്ക്കാൻ വരുന്നവർ ഒന്ന് നേരാക്കി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയാണ് ഉപകാരമുള്ളത്. അതുപോലെ തന്നെ നമ്മളെ സ്കൂളത്തെ കുട്ടികൾക്കും അത് ഉപയോഗിക്കാം. കാരണം ഇതുവരെ വരുമ്പോൾ പാമ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും അറിയില്ല കുട്ടികൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് അധികാരികൾ എത്തിച്ച് ഇതൊന്ന് നേരാക്കല്ലൊരു തീരുമാനം എടുക്കുക.